കുറുപ്പമ്പടി പാറയിൽ സന്തോഷ പാർക്ക് തുറന്നു. മനോജ് മൂത്തേടൻ MLA പാർക്ക് ഉദ്ഘാടനം ചെയ്തു. US പൗരൻ ഡേവിഡ് E. ജോൺസണും ഭാര്യ UK പൗരത്വമുള്ള എലിസബത്ത് ചിറക്കലും 6 കോടി ചെലവഴിച്ചാണ് പാർക്ക് നിർമ്മിച്ചത്. പാർക്കിലെ സൗകര്യങ്ങൾ സൗജന്യമായി ഉപയോഗിക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും മാനസികവും ശാരീരികവുമായ ഉല്ലാസം പകരുക എന്ന ലക്ഷ്യത്തോടെ കുറുപ്പമ്പടി പാറയിൽ സന്തോഷ പാർക്ക് തുറന്നു. കുറുപ്പമ്പടി കോട്ടപ്പടി റൂട്ടിൽ പാറ ജംഗ്ഷനു സമീപമുള്ള പെരിയാർവാലി കനാലിനരികിലാണ് സന്തോഷ പാർക്ക്. മനോജ് മൂത്തേടൻ MLA പാർക്ക് ഉദ്ഘാടനം ചെയ്തു. ഏറെ അഭിമാനകരമായിട്ടുള്ള ഒരു ചടങ്ങിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ് നമുക്ക് ഇന്ന് നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടുള്ളത്. ഒരു മനോഹരമായ പാർക്ക് സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് പഞ്ചായത്തുകളുടെ ഒന്നും ഒരു സംവിധാനമില്ലാതെ സഹായമില്ലാതെ ഒരു കുടുംബം അവരുടെ നാടുകാരുള്ള ഒരു കടപ്പാട് തീർത്തുകൊണ്ട് അല്ലെങ്കിൽ കടപ്പാട് കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ട് ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ കഴിയുന്ന മനോഹരമായ ഒരു പാർക്ക് ഈ നാടിന് സമർപ്പിക്കുന്ന ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ആനന്ദകരമായിട്ടുള്ള ഒരു ചടങ്ങാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. അതുപോലെ ഇവിടെ ഡേവിഡ് ജോൺസണും അദ്ദേഹത്തിന്റെ കുടുംബവും ഇത്രയും വിശാലമായ ഒരു സ്ഥലത്ത് നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി നമുക്കെല്ലാം വേണ്ടി ഇത്ര മനോഹരമായ ഒരു പാർക്കും ഒരു ടർഫ് കോർട്ടും ഒരു ബാസ്കറ്റ്ബോൾ കോർട്ടും അതുപോലെ തന്നെ മറ്റെല്ലാ സംവിധാനങ്ങളും ഒരുക്കി ഈ നാടിനെ സമർപ്പിക്കുമ്പോൾ ഈ നാടിന്റെ ജനപ്രതിനിധികളെ എന്താ പറയുക പ്രത്യേകമായിട്ടുള്ള നന്ദി, ഈ നാടിന്റെ പേരുള്ള നന്ദി ഈ കുടുംബത്തോട് പ്രത്യേകമായി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇതൊരു മാതൃകയാണ്. കാരണം ഒരുപാട് സമ്പന്നന്മാർ നമുക്കറിയാം, ഒരുപാട് നമ്മുടെ നാട്ടിലേക്ക് ഉണ്ട്, അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് പോയിട്ട് ഒരുപാട് പേരുണ്ട്. അവർക്ക് അവിടെ തലത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നവരാണ്. പക്ഷേ അതിനേക്കാൾ ഉപരിയായി ഒരു നാട് മുഴുവൻ, ഒരു നാട്ടിലെ പുതിയ തലമുറയ്ക്കാകമാനം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും മാനസികമായ ഉല്ലാസം ലഭിക്കുന്ന, ഒരുമിച്ച് ഒത്തുകൂടാൻ കഴിയുന്ന, ചെറുപ്പക്കാർക്ക് ഒരുമിച്ച് കളിക്കാൻ കഴിയുന്ന, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കായിക പരിശോധന കഴിയുന്ന ഒരു മനോഹരമായ ഒരു പാർക്ക് പ്രിയപ്പെട്ട ഇവരുടെ കുടുംബം ഡേവിഡ് ജോൺസന്റെയും പ്രിയപ്പെട്ട എലിസബത്തിന്റെയൊക്കെ കുടുംബം ഇവിടെ സാധ്യമാക്കി എന്ന് പറയുമ്പോൾ ചലച്ചിത്ര നടൻ സിദ്ദിഖ് മുഖ്യാതിഥിയായി. ഫുട്ബോൾ, ബാഡ്മിന്റൺ, ബാസ്കറ്റ്ബോൾ കോർട്ടുകളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. മുൻ MLA സാജു പോൾ, രാമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗോപാലകൃഷ്ണൻ, വാർഡ് മെമ്പർ പ്രീത എൽദോസ്, സജി പടയാട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. അതിന് നിറഞ്ഞ മനസ്സോടെ നന്ദി പറയാണ്. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഇത് വളരെ പരിസ്ഥിതി സൗഹൃദ ഗ്രീൻ പ്രോട്ടോകോൾ അല്ലെ എല്ലാം പാലിച്ചുകൊണ്ട് നമുക്കിത് തുടർന്ന് നിലനിർത്താൻ കഴിയണം. അവരുടെ ഒരു വലിയ മനസ്സാണ് ഇത്തരത്തിൽ നമുക്കൊരു സൗകര്യം ഒരുക്കി തന്നത്. ഇപ്പോൾ പഞ്ചായത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനത്തിലോ ഒക്കെ ഇത് ചെയ്യണമെങ്കിൽ വളരെ ഭീമമായ തുക, സ്ഥലം കണ്ടെത്തൽ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. പെരിയാർവാലി കനാലിന്റെ ഓരം ചേർന്ന് അല്ലെ, കോടനാട് വെസ്റ്റ് ബ്രാഞ്ച് കനാലാണ്. ഞാൻ ഈസ്റ്റ് ബ്രാഞ്ച് കനാലിന്റെ കരയിലാണ് താമസിക്കുന്നത്. പക്ഷേ എൻ്റെ ഭാര്യ വീട് ഈ കനാലിന്റെ കരയിൽ തന്നെയാണ്. അപ്പോൾ ശ്രീ ബാബു ഇലിയാസ് അയച്ചതല്ല ഒരു ചെറു കുറിപ്പാട് എനിക്കിതിനെ പറ്റിയൊരു വിവരം തന്നു. ഞാനിതിലേക്ക് എപ്പോഴും പോകുന്നതാണെങ്കിലും അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ശ്രീ ഡേവിഡ് ജോൺസൺ, അദ്ദേഹത്തിനെ ഇവിടെ നാട്ടുകാരെല്ലാം സായിപ്പെന്നാണ് വിളിക്കുന്നത്. അദ്ദേഹത്തെ പറ്റി ഞാൻ കേട്ടത് എങ്ങനെയാന്ന് വെച്ചാൽ, ഞങ്ങളുടെ സാബു കുര്യാക്കോസ് നിർമ്മിച്ച വീട് അല്ലേ, US പൗരൻ ഡേവിഡ് E. ജോൺസണും ഭാര്യ UK പൗരത്വമുള്ള കുറുപ്പമ്പടി സ്വദേശി എലിസബത്ത് ചിറക്കലും 6 കോടി ചെലവഴിച്ചാണ് പാർക്ക് നിർമ്മിച്ചത്. 3 വർഷം മുൻപ് വാഷിംഗ്ടണിൽ നിന്നും സീനിയർ മിലിറ്ററി ഉദ്യോഗസ്ഥനായി വിരമിച്ച ആളാണ് ഡേവിഡ് E. ജോൺസൺ. എലിസബത്ത് അവിടെ നഴ്സായിരുന്നു. മക്കളായ സൂര്യ, ടാനിഷ്, മാക്സ് എന്നിവർക്കൊപ്പം കുറുപ്പമ്പടിയിലാണ് ദമ്പതികളുടെ താമസം. 1.25 ഏക്കർ സ്ഥലത്ത് പരന്നുകിടക്കുന്ന ഈ പാർക്കിലെ സൗകര്യങ്ങൾ സൗജന്യമായി ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ക്രമീകരണം. പാർക്കും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം എന്നതാണ് കർശന നിർദ്ദേശം. സുരക്ഷാ ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും വേണം. പാർക്കിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. രാവിലെ 5 മുതൽ രാത്രി 9:30 വരെയാണ് പാർക്കിലെ പ്രവർത്തന സമയം. എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. ഒരു സ്ത്രീയാണ് ഇതിന് സ്ത്രീ കാരണമാണ്. എലിസബത്ത് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു നാട്ടുകാരിയാണ് ഇതിന് കാരണമായത് എന്ന് നമുക്ക് അഭിമാനിക്കാം. ഇവിടെ സ്ത്രീകളാണ് പ്രശ്നക്കാരെന്ന് നമ്മുടെ മുൻ MLA പറഞ്ഞെങ്കിലും സ്ത്രീകളാണ് വീടിന്റെ ഐശ്വര്യം, നാടിന്റെ ഐശ്വര്യം. നമ്മുടെ ഈ മുടിക്കരായ ദേശത്തിന്റെയും പഞ്ചായത്തിന്റെയും അഭിമാനമാണ് സ്ത്രീകൾ. അപ്പൊ അതുകൊണ്ട് തന്നെ വരാത്തിരി 11 മണിയാണ് സമയം പറഞ്ഞിരുന്നത്. സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നമുക്ക് നേരത്തെ എത്താൻ സാധിച്ചില്ല. അതിലൊരു വിഷമം കൂടിയുണ്ട്.
എന്നിരുന്നാലും ഈ പാർക്ക് നമുക്ക് വളരെ നല്ല രീതിയിൽ നമ്മുടെ പ്രിയങ്കരനായ MLA, മുൻ MLA, അതുപോലെ മുൻ മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റുമായി സജിപടയാട്ടി, വാർഡ് മെമ്പർ, നമ്മുടെ ഇതിന്റെ കാരണക്കാരായ നമ്മുടെ ഡേവിഡ് സാർ, അതുപോലെ തന്നെ നമ്മുടെ എലിസബത്ത് മാഡം അടക്കമുള്ള ഈ നാടിന്റെ പ്രിയങ്കരിയായ ഈ നാടിന്റെ ദേശത്തിന്റെ വിളക്കായ ഇവർക്ക് രണ്ടുപേർക്കും ആദ്യമേ തന്നെ അഭിവാദ്യം പറയുന്നു. നമുക്ക് അഭിസംബോധന ചെയ്ത് ഇതിന്റെ കാരണഭൂതരായ രണ്ട് മഹത് വ്യക്തിത്വങ്ങളാണ് നമ്മുടെ ഡേവിഡ് സാറും നമ്മുടെ ഡോളി ആന്റി. എനിക്ക് തോന്നുന്നു ഓരോ മനുഷ്യന്റെയും ജീവിതം ഓരോ അടയാളപ്പെടുത്തലുകളാവണം. ആ അടയാളപ്പെടുത്തലുകളിൽ ഒന്നാണ് ഇന്ന് നമ്മുടെ ഈ സന്തോഷ പാർക്ക്. നമ്മൾ വെറുതെ ചിന്തിച്ചു മരിച്ചു എന്ന് പറയുന്നതിലൊന്നും ഒരു അർത്ഥമില്ല. നമ്മൾ ഇന്നും ഓർക്കാൻ ഈ നാടും ഈ സമൂഹവും ഇന്നും ഓർമ്മയിൽ നല്ല മഹത് വ്യക്തിത്വങ്ങളായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ ഇന്നത് കാരണമായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മുടെ നല്ല ആരോഗ്യത്തിന് നമ്മുടെ നാട്ടുകാർക്കറിയാം. ഞാൻ കുറച്ച് ദിവസങ്ങളിൽ ഈ പാർക്ക് ഞാനും കുറേ നാൾ ഉപയോഗിച്ചു. തിരക്കുകൊണ്ടാണ് ഇപ്പോൾ വരാതിരിക്കുന്നത്. വളരെ നമുക്കൊരു മനസ്സിന് ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സമയം ഇവിടെ വന്നിരുന്നാൽ തന്നെ അത് ഒരു ഭയങ്കര റിലീഫാവുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. കുട്ടികളും കൂട്ടുകാരും നമ്മുടെ നാട്ടുകാരും പ്രത്യേകം ഈ ഓൺലൈൻ സംവിധാനങ്ങളും നമ്മുടെ മൊബൈല് ഏത് 3G മുതലും 5G മുതലും ഇവിടെ പോന്നു വന്നാൽ ഏത് രീതിയിലും എത്തുന്ന കാലഘട്ടത്തിലേക്ക് മാറിയിരിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ നേരമില്ല. ഫ്ലഡ്ലിറ്റ് ഫുട്ബോൾ ടർഫ്, ബാഡ്മിന്റൺ കോർട്ട്, ബാസ്കറ്റ്ബോൾ കോർട്ട് എന്നിവ സജ്ജമാണ്. കുട്ടികൾക്കായി കല്ലാന, കടുവ, ഊഞ്ഞാൽ, സിസോ തുടങ്ങിയ കളി ഉപകരണങ്ങളുമുണ്ട്. വിശ്രമത്തിനായി ചെറുമന്ദിരങ്ങൾ, പ്രഭാത സവാരിക്കാർക്ക് നടക്കാനും ഓടാനുമുള്ള ട്രാക്ക് എന്നിവയും പാർക്കിലുണ്ട്. ഈ സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ പണം നൽകേണ്ടതില്ല എന്നത് തന്നെയാണ് സന്തോഷ പാർക്ക് നൽകുന്ന വലിയ സന്തോഷം. ഇത് ഒരു പഞ്ചായത്ത് ഭരണസമിതി വിചാരിച്ചാൽ പോലും നമുക്ക് ഇത്ര മനോഹരമായിട്ട് ഇത്രയേറെ പണം ചെലവഴിച്ച് ഒരു പാർക്ക് സ്ഥാപിക്കാൻ അത്ര എളുപ്പമല്ല എന്ന് നമുക്കൊക്കെ അറിയാം. ഭീമമായിട്ടുള്ള ഒരു തുക മുടക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു പാർക്ക് നാട്ടുകാർക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ച പ്രിയപ്പെട്ട ഡേവിഡ് ജോൺസണും അതുപോലെ തന്നെ പ്രിയപ്പെട്ട എലിസബത്ത് മാഡത്തിനുള്ള എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ ബഹുമാനമായ സംസാരിക്കുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചത് നമുക്കറിയാം. ഇതൊരു സൗജന്യമായിട്ടാണ് നമ്മളെല്ലാം ഈ പാർക്കിൽ ഇപ്പോൾ പ്രവേശനം സൗജന്യമായിട്ട്. നമുക്കറിയാം നമ്മുടെ എറണാകുളം മുതൽ ചവായി മുതൽ ഒരുപാട് സ്ഥലങ്ങളിൽ കൊച്ചു കൊച്ചു പാർക്കുകളിൽ പോയാൽ അവിടെയെല്ലാം എൻട്രൻസ് ഫീ മേടിച്ചാണ് പോകുന്നത്. പക്ഷേ ഇവിടെ സൗജന്യമായിട്ട് ഈ പാർക്ക് നമുക്ക് ഇത്ര മനോഹരമായ പാർക്ക് തരുമ്പോൾ അത് കാത്തു സൂക്ഷിക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. എൻ്റെ ഭാര്യയൊക്കെ ഇവിടെ വന്നിട്ട് പറയും, ഇങ്ങനെ ഡേവിഡും എലിസബത്തും കൂടി ഒരു പാർക്ക് പണിയുണ്ട്. ഞാൻ അത്ര ഗൗരവമായി എടുക്കില്ല. മിനിഞ്ഞാന്ന് വൈകുന്നേരം ഞാനിവിടെ വരുമ്പോൾ ഈ നാട്ടിലെ നല്ല ജനം ഇവിടെ നടക്കാനും ഇതൊക്കെ ആസ്വദിക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, ഞാൻ ഉദ്ഘാടനം ചെറിയ രീതിയിൽ നടത്തരുത്, നമ്മുടെ പ്രിയപ്പെട്ട MLA ഇത് നടത്തിക്കണം. ഞാൻ സിദ്ദീഖിനോട് വിളിച്ചു പറഞ്ഞപ്പോൾ പിന്നെയും പറഞ്ഞ് വന്നേക്കാം. അതിന് ഈ പത്രത്തിലും കാര്യങ്ങളെല്ലാം കൊടുത്ത് ഇതേ മനുഷ്യനാണ്. കാര്യം ഞാൻ ഇടതുപക്ഷ ആണെങ്കിലും ഞങ്ങളോട് സഹകരിക്കുന്ന വലിയൊരു മനുഷ്യനാണ് നമ്മുടെ സ്വന്തം ആളാണ് സാജിപ്പോളവർ. എന്തായാലും ഇത്ര മനോഹരമാക്കിയാൽ നിങ്ങളെല്ലാവരെയും അതുപോലെ ഈ പാർക്ക് വന്ന് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ മദ്യം കഴിച്ചവരെ ദൈവം ചെയ്ത് ഇതിനകത്തേക്ക് കയറ്റരുത്. അത് ഇവിടുത്തെ വനിതകളാണ് തീരുമാനിക്കുന്നത്. വൈകുന്നേരമാകുമ്പോൾ അങ്ങനെ അടിച്ചിട്ട് നടക്കാൻ ചിരിക്കാം, ഒരു കമന്റ് പറയാനൊക്കെ ഒന്ന് ആളുകളുണ്ടെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ വിളിച്ച് പുറത്താക്കണം. അത് നിങ്ങളുടെ ഒരു അവകാശമായി അത് സംരക്ഷിക്കണം. ബിസിനസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.